ഓക്കെ, നമ്മളിത് സാംസങ്ങിൻ്റെ A10 എന്ന് പറയുന്ന മോഡലിൻ്റെ ഡേറ്റ് സെറ്റിൻ്റെ പാർട്ട് 3 ആണ്. നമ്മൾ പാർട്ട് 2 കണ്ടിട്ടുണ്ടാവും. പാർട്ട് 2 കാണാത്ത ആളുണ്ടെങ്കിൽ പാർട്ട് 2 കാണാം. പാർട്ട് 2 കാണുന്നതിനേക്കാൾ മുമ്പ് പാർട്ട് 1 കാണാം, അതിനുശേഷം പാർട്ട് 2 കാണാം, അതിനുശേഷം പാർട്ട് 3 കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇനി മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പാർട്ടിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തത് LDO 8 വരെ ആയിരുന്നു. അതിന് ശേഷം വരുന്നുള്ള LDOs ആണിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നുള്ളത്. മൊത്തത്തിൽ എത്ര LDO ഉണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഇതിനകത്ത് മൊത്തത്തിൽ 37 LDOസാണ് വരുന്നുണ്ട്. അപ്പോൾ ഈ 37 LDOs ചെക്ക് ചെയ്യുന്നതിന് പറയുന്നുള്ളത് വലിയ ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് അല്ലേ, കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ലെങ്തി ആയി, കുറേ ആൾക്കാർ ഇതിൻ്റെ പാർട്ട് 2 എടുത്തോ അതേപോലെ പാർട്ട് 3 എടുത്തോ എന്ന് വെച്ചിട്ട് മെസ്സേജ് വരാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ചേ ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുള്ളത് ഈ LDO 9 LDO 8ന് ശേഷം അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പവർ IC വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റീസെറ്റ് സിഗ്നലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ LDOs മൊത്തം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ട ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യുക. സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് കൺട്രോൾ സെക്ഷൻ ഉണ്ട്, HK എന്ന് പറയും, ഹൗസ് കീപ്പിംഗ് സെക്ഷൻ വരുന്നുണ്ട്. ആ ഹൗസ് കീപ്പിങ്ങിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് പവർ ഓൺ റീസെറ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് പാർട്ട് ഇതിനകത്ത് നമുക്കിവിടെ കാണാം, പാർട്ട് 2 അങ്ങനെ പറഞ്ഞ് കാണാം. അപ്പോൾ ഇവിടെ ബക്ക് ഉണ്ട്, വക്ക് നമ്മൾ ചെക്ക് ചെയ്ത്, ബക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത്, LD വോൾട്ടേജ് ഏകദേശം നമ്മൾ പകുതി വരെ ചെക്ക് ചെയ്ത്, LDOൻ്റെ ഇൻപുട്ട് കറക്റ്റ് ഒക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് കൺട്രോൾ സെക്ഷൻ്റെ അകത്താണ്. നമ്മളതിൻ്റെ അകത്ത് ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് റീസെറ്റ് ലൈനാണ്. ഓക്കെ, നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് റീസെറ്റ് ലൈനാണ്. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത് പവർ IC വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നുള്ളത് റീസെറ്റ് ലൈനാണ്. ഓക്കെ, റീസെറ്റ് ലൈനാണ് നമ്മളടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളത്. റീസെറ്റ് ലൈൻ വരുന്നത് റെസിസ്റ്ററിലോട്ടാണ്. വൺ 1.8 വോൾട്ടേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 റെസിസ്റ്ററിൻ്റെ ഇന്നും ഔട്ടും ക്യാമറ വർക്കിംഗ് അല്ല എന്ന് തോന്നട്ടോ. ഒരു മിനിറ്റ്, ക്യാമറ വർക്കിംഗ് അല്ല, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന പത്ത് പറയുന്ന റെസിസ്റ്റർ അത് ഇൻപുട്ട് ചെക്ക് ചെയ്യാം. ഇൻപുട്ടിൽ 1.8 വോൾട്ടേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ടിലും 1.8 വോൾട്ടേജ് വരുന്നുണ്ട്. പവർ IC നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. പവർ IC ഓക്കെ ആണ്, കാരണം പവർ ഓൺ റീസെറ്റ് ഫൈനലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ
നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നുള്ള ഭാഗത്ത് എന്ന് പറയുന്നുള്ളത് സി പി യുവിൻ്റെ 2 ലൈൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന് സി പി യു ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള പ്രോട്ടോകോൾ സെക്ഷൻ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സി പി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ സി പി യുൻ്റെ അകത്തുനിന്ന് വരുന്നുള്ള റീസെറ്റും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 ടെസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് പോയിന്റിലാണ് ആദ്യത്തെ സാധനം നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ ടെസ്റ്റ് പോയിന്റ് വരുന്നുള്ളത് ഇതാണ് ഒരു ടെസ്റ്റ് പോയിന്റ് വരുന്നുള്ളത്. ആ ടെസ്റ്റ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1.8 വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ല ചെക്ക് ചെയ്യുന്നുണ്ട്. 1.8 വോൾട്ടേജ് ഇല്ല. 1.8 വോൾട്ടേജ് ഇല്ലാന്നുണ്ടെങ്കിൽ സി പി യു വർക്കിംഗ് അല്ല. കാരണം പവർ ഐ സിന് വരുന്നുള്ള എല്ലാ വോൾട്ടേജും പുറത്ത് വരുന്നുണ്ട്. പക്ഷെ സി പി യു എന്ത് ചെയ്യുന്നില്ല, സി പി യു ഓൺ ആവുന്നില്ല. പക്ഷെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ആ സി പി യുൻ്റെ അകത്തുനിന്ന് വരുന്നുള്ള റീസെറ്റ് സിഗ്നൽ പവർ ഐ സിയിലോട്ട് എത്തണം. അപ്പോൾ അത് എത്തുന്നില്ല. അത് മാത്രം ചെക്ക് ചെയ്താൽ പോരാ. കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെക്ക് ചെയ്തിട്ട് ചില ടെക്നീഷ്യന്മാർ ചെയ്യും സി പി യു. അങ്ങനെ സി പി യു ചെയ്യാൻ പാടില്ല. പ്രോട്ടോക്കോളും കൂടി ചെക്ക് ചെയ്യണം. കാരണം പ്രോട്ടോക്കോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു പ്രോട്ടോക്കോളും കൂടി ചെക്ക് ചെയ്യാണ്. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ പ്രോട്ടോകോൾ ട്രാക്ക് വരുന്നുള്ളത് ബാക്ക് സൈഡാണ്. ഓക്കെ, പ്രോട്ടോകോൾ സെക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 1.8 വോൾട്ടേജ് കിട്ടണം. കൺഫേം ആയിട്ടും 1.8 വോൾട്ടേജ് കിട്ടണം. ട്രാൻസ്മിഷൻ ലൈനാണ്. ഇവിടെ വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് 100% ഉറപ്പിക്കുക ഇത് കംപ്ലൈൻറ്റ് സി പി യുവിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പോൾ പവർ ഐ സി അല്ല, ക്ലോക്കല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മളിത് ചെയ്യേണ്ടത് സി പി യു റിമൂവ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് സി പി യുൻ്റെ സെക്ഷനിലോട്ട് പോവാം.